ആണ് പേര് കേട്ടോ. ഇത് നല്ല നട്ട്സിൻ്റെയാണ് കേട്ടോ. നട്ട്സ് ഒക്കെ അടങ്ങിയ പ്രോട്ടീൻ അടങ്ങിയതാണ്. ഇവർക്ക് കൊടുക്കാം, അഡൾട്ടിനായാലും എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയതാണ്. ഇത് കണ്ടോ, കനി ക്രീക്ക് എന്ന് പറയും. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടല്ലോ, ഇതിൻ്റെ പേര് കാനി ക്രീക്ക് എന്നാണ്. അതായത് ഏജ് കുറവായിട്ടുള്ളവർക്കും, അതായത് അഡൾട്ടിനായാലും ആർക്കായാലും ഏത് വയസ്സുള്ള പെറ്റിനായാലും കഴിക്കാൻ പറ്റിയതാണ് കേട്ടോ. ഇത് നട്ട്സും അതായത് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അടങ്ങിയ ഇതാണ് കേട്ടോ. ഇതാണ് കാനി ക്രീക്ക് എന്ന് പറയും കേട്ടോ. ഇത് നല്ല സാധനമാണ്. അപ്പോൾ എല്ലാവരും മേടിച്ചു കൊടുക്കുക. കുഞ്ഞു പെറ്റിനായിരുന്നാലും ഇത് ഇന്ന ഏജൊന്നും ഇല്ല കേട്ടോ. എല്ലാ ബ്രീഡിനും എല്ലാ ഏജുകാർക്കും ഇത് വേണമെങ്കിൽ കഴിക്കാം. എല്ലാ ബ്രീഡ്സിനും കഴിക്കാം, എല്ലാ ഏജ് ഉള്ളവർക്ക്, അതായത് അഡൾട്ടിനായാലും ചെറിയ പെറ്റിനായിരുന്നാലും വലിയ പെറ്റിനായിരുന്നാലും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒന്നാണ് കാനി ക്രീക്ക് കേട്ടോ. അപ്പോൾ ഇത് മേടിച്ച് കൊടുക്കുക. ഇത് നട്ട്സിൻ്റെയാണ്, ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് അടങ്ങിയതാണ്. ഇത് മേടിച്ച് കൊടുക്കുക. ഇത് നിങ്ങൾ ഓർഡർ ചെയ്താൽ കിട്ടും കേട്ടോ. ഇത് ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇതാണ് കണ്ടോ, ഇത് ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയ സാധനമാണ് കേട്ടോ. പ്രോട്ടീൻ അടങ്ങിയതാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഇത്. ഞാൻ മേടിക്കുന്ന പെറ്റ് ഷോപ്പെന്ന് പറഞ്ഞാൽ ജെനി കെയർ എന്നാണ് പേര് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഷോപ്പ് പലപ്പോഴും കണ്ടിരിക്കും. ജെനി കെയർ എന്നുള്ള ഷോപ്പ് നിങ്ങൾ കണ്ടിരിക്കും. അത് നിങ്ങൾ പല വീഡിയോസിലും കണ്ടിരിക്കുക. അവിടത്തുള്ള ഞാൻ പല ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ മാർക്കറ്റിൽ പോയ വീഡിയോ ഒക്കെ ഇതിലിടുന്നുണ്ട്. എന്നിട്ട് ഞാൻ കൊണ്ടുവന്നിട്ട് മോനിത് ഇച്ചിരി ചിക്കനും ചോറും വേവിച്ച് വച്ചിട്ടുണ്ട് തണുക്കാനായിട്ടോ. മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ചിക്കനും ചോറ് കുറച്ച് എടുത്തിട്ടുള്ളൂ. രാത്രിയായിട്ട് കുറച്ച് മതിയെന്ന് വിചാരിച്ചു. 3-4 ദിവസമായിട്ട് അവന് സബ്ജിയാണ്. അപ്പോൾ ഞാൻ ഇന്നൊന്ന് ചിക്കൻ കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഇത് ആരുടെയാണ്? ഇത് കുഞ്ഞിൻ്റെയാണോ? തണുക്കട്ടെ മമ്മി, ഇത് ഫാനിട്ട് വെച്ചിരിക്കുന്നത് തണുക്കാൻ. ആ മണം പിടിക്കുന്നു. ഇത് കുഞ്ഞിൻ്റെ ആണോ? ഇത് മോൻ്റെ ആണോ? ഇത് മോൻ്റെ ആണോ ചിക്കൻ? തണുക്കട്ടെ ഏട്ടാ, തരട്ടെ പൊന്നു, തരാടി. അത് നോക്കുന്നു കേട്ടോ, സ്മെല്ല് പിടിക്കുന്നു. അവനാണെന്ന് മനസ്സിലായേ. അപ്പോൾ അതൊന്ന് തണുത്തിട്ട് അവന് കൊടുക്കും. അപ്പോൾ അതുപോലെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. മോൻതേ ചിക്കനും ചോറും വേണ്ടി കാത്തിരിക്കുന്നു. കുറേ ദിവസമായി കേട്ടോ. ഇപ്പോൾ ഈ ക്യാരറ്റും പപ്പായയും തൈരും, ക്യാരറ്റും ആപ്പിളും ചോറും തൈരും ഒക്കെ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ മേടിച്ചുകൊണ്ട് വന്ന് കുറച്ച് ചോറുമായിട്ടാണ് വേവിച്ച് വെച്ചേക്കണം. അപ്പോൾ ഇതൊന്ന് തണുത്തിട്ട് അവന് കൊടുക്കും, അത് തിന്നോളും കേട്ടോ. ചിക്കൻ ഉള്ളതുകൊണ്ട് ഇന്ന് ഞാൻ പാത്രത്തിൽ ഇട്ട് കൊടുക്കും, വാരി കൊടുക്കില്ല. കാരണം ഞാൻ വാരി കൊടുത്താൽ ചിക്കൻ അവൻ്റെ തൊണ്ടയിൽ ഇരിക്കില്ലേ. ഒരുപാട് ചോറും ഇതൊക്കെയാണെങ്കിൽ ഞാൻ വാരി കൊടുക്കും. അപ്പോൾ ഇന്ന് ഞാൻ പാത്രത്തിൽ ഇട്ട് കൊടുക്കും, അവൻ കഴിച്ചോളും കേട്ടോ. നോക്കാം, നമുക്ക് പാത്രത്തിൽ ഇട്ട് കൊടുത്ത് കഴിക്കും നോക്കാം. ഇത് കണ്ടോ, കാത്തിരിക്കണം എൻ്റെ മോൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്യണേ. ഒരു ഹൈ കൊടുത്തേ പൊന്നു, ഒരു ഹൈ കൊടുത്തേ പൊന്നു. ഹായ്. ഇപ്പുറത്തൊരു ഹൈ കൊടുത്തേ പൊന്നു, ഹായ്. അപ്പോൾ എല്ലാവർക്കും മോന് ഹൈ തന്നെ കേട്ടോ. എല്ലാവരും മോനെ സപ്പോർട്ട് ചെയ്യണേ അല്ലേ പൊന്നു? അയ്യോ, ഇതെന്താ ഇങ്ങനെ നോക്കണത്? അവൻ ചിക്കൻ എടുത്ത് വച്ചില്ലേ പൊന്നിന്? അവൻ മാർക്കറ്റിൽ പോയി മേടിച്ചുകൊണ്ട് രാത്രി വന്ന എൻ്റെ പൊന്നിന് വേണ്ടിയല്ലേ. അല്ലേ ഈ രാത്രി പോവോ മമ്മി മേടിക്കാൻ? പൊന്നേ ഇങ്ങോട്ട് നോക്കി. ഇതെന്ത് ഇങ്ങനെ ഇരിക്കുന്നേ? ഇങ്ങനെ ഇരിക്കല്ലേ മമ്മി, തണുക്കട്ടെ തരാം. ഇതൊരു കുളമാണേ. എല്ലാവരും കുളിക്കുന്നൊക്കെ ഒരു കുളമാണ് കേട്ടോ. ഇവിടെ അടുത്തടുത്ത് കുളമുണ്ടേ. ഞാൻ എൻ്റെ വീടിൻ്റെ പോക്കറ്റ് റോഡ് വഴി റോഡിലേക്ക് പോകുന്നു. അപ്പം ഞാൻ ആ വഴിക്ക് മെയിൻ റോഡ് വഴി പോയില്ല, പോക്കറ്റ് റോഡ് വഴി പോകാമെന്ന് വെച്ചു. നമ്മുടെ പെറ്റി കടയിലൊന്ന് പോകണം. അതുകൂടാതെ ഇവന് ചിക്കൻ മേടിക്കണം. 2 ദിവസമായിട്ട് ഇവന് ചിക്കനില്ല, സബ്ജിയാണ് കൊടുക്കുന്നത്. ക്യാരറ്റ് വീഡിയോയിൽ കണ്ടിരിക്കുമല്ലോ, ക്യാരറ്റും ഇതൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അവനൊന്ന് ചിക്കൻ മേടിക്കാമെന്ന് പറഞ്ഞ് പോകുന്നു. അപ്പോൾ വൈകുന്നേരം പോകുമ്പോൾ ഭയങ്കര വിലയായിരിക്കും കേട്ടോ പച്ചക്കറിക്ക്. നല്ല തണുപ്പുണ്ട്, മഞ്ഞുണ്ട്. ഞാനിങ്ങനെ പോകുന്ന പോക്കറ്റ് റോഡ് വഴിയാകുമ്പോൾ ഭയങ്കര തിരക്കുണ്ടല്ലോ മറ്റത്. അപ്പോൾ ഞാൻ ഇവന് വർഷത്തിൽ കൊടുക്കുന്ന ഒരു മെഡിസിൻ ഇല്ലേ, ടിക്കില്ലേ, അത് ഞാൻ ഈ മാസമൊക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ കടയിൽ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഞാൻ ഈ വീഡിയോ വഴി കാണിച്ചു തരാം മെഡിസിൻ ഏതാണ്.
അത് ഒരു മെഡിസിന് 2200 രൂപ കണ്ടാണ്. നേരത്തെ 2000 രൂപയായിരുന്നു, ഇപ്പോൾ 2200 രൂപ. അത് വർഷത്തിലൊരിക്കൽ കൊടുത്താൽ ഇപ്പോൾ വലിയ വലിയ ടിക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഭക്ഷണത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ആ ലൈറ്റ് കാണാതെ പോകണം മെയിൻ റോഡ്. ഇത് നമ്മുടെ പോക്കറ്റ് റോഡാണ് കേട്ടോ. വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നു. മണി 5:30 ആയിട്ടുള്ളൂ, പക്ഷേ ഇരുട്ടടങ്ങി കേട്ടോ. 7 മണിയുടെ പ്രതീതിയായി. 7 മണി 7:30 എന്ന് തോന്നും കാണുമ്പോൾ, പക്ഷേ അല്ല. കടകളൊന്നും തുറന്നിട്ടില്ല, 5:30 മണിയായിട്ടുള്ളൂ. പക്ഷേ കണ്ടാൽ തോന്നും ഒരു 8 മണിയായെന്ന്. അല്ല, നല്ല മഞ്ഞുണ്ട്, തണുപ്പുണ്ട്. സെറ്റർ ഷാൾ ഇട്ടപ്പോൾ ഒന്ന് നടന്നതുമായി. ഈവനിങ് വാക്ക്. നമ്മുടെ ഈ തണുപ്പത്ത് എപ്പോഴും വീട്ടിൽ വ്യായാമം ചെയ്താലും നടക്കുന്ന പോലെ അല്ല കേട്ടോ. ഒരു മെയിൻ റോഡ് എത്താറായി. ഞാനിനി ആ കടയിൽ ചെന്നിട്ടും കാണിക്കാം കേട്ടോ മരുന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് ആ വഴിക്ക് നമ്മുടെ ചിക്കൻ കടയും കാണിച്ചുതരാം. മോന് മേടിക്കുന്ന പതിവായിട്ട് മേടിക്കുന്ന ചിക്കൻ കടകളുണ്ട് കേട്ടോ. അപ്പോൾ അതും കാണിച്ചുതരാം. മെയിൻ റോഡ് എത്താറായി. അപ്പോൾ ഞാൻ മെയിൻ റോഡ് ക്രോസൊക്കെ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ നമ്മുടെ പെറ്റ് കടയിൽ വന്നു കേട്ടോ. ഇവിടെ വന്നേ മെഡിസിൻ മേടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ പെറ്റ് കടയിൽ. അപ്പോൾ അതുപോലെ വന്നു, മെഡിസിൻ മേടിച്ചിപ്പോൾ തന്നെ പോകും. ഞാൻ മെഡിസിൻ അപ്പോൾ മെഡിസിൻ വന്നു കേട്ടോ. ആ മെഡിസിൻ അവർ വന്നെന്ന് പറഞ്ഞ് ഫോൺ ചെയ്തു. ഇതാണ് മെഡിസിൻ. ഇതാണ് ഒരു ചോക്ലേറ്റ് പോലെ ഇരിക്കുന്നത്. ഞാൻ വീട്ടിൽ വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ ഈ മെഡിസിൻ ഏതാണെന്ന്. ഞാൻ വീട്ടിൽ വന്നിട്ട് കാണിച്ചു തരാം ഈ മെഡിസിൻ ഏതാണെന്നുള്ളത്. ഇതിപ്പോൾ ഭക്ഷണത്തിന് ശേഷം നമുക്ക് ഏത് സമയത്ത് കൊടുക്കാം. വർഷത്തിലൊരിക്കലാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അപ്പം ഞാനിപ്പോൾ അതുപോലെ പെറ്റ് കടയിൽ വന്നു. അപ്പോൾ അവൻ്റെ ഷർട്ടൊക്കെ നോക്കുന്നുണ്ട്, എടുത്ത് വെക്കാൻ പറഞ്ഞു. ഞാൻ വെള്ളിയാഴ്ച വരാമെന്ന് പറഞ്ഞു. ഇവിടുന്ന് ചിക്കൻ മേടിക്കാൻ പോകും അവന്. ഇതാണ് നമ്മുടെ പെറ്റ് കട. പല വീഡിയോയിൽ നിങ്ങൾ കണ്ടിരിക്കും കേട്ടോ. ഇവിടെയുള്ളവരെയൊക്കെ പരിചയമുള്ള മുഖമായിരിക്കും. ശരി, ഞാൻ വീട്ടിൽ വന്നിട്ട് ഈ മെഡിസിൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഫ്രണ്ട്സ്, ഞാൻ ആ പെറ്റിയുടെ നിന്ന് ഇറങ്ങി റോഡിലേക്ക് നടക്കുന്നത് നമ്മുടെ മാർക്കറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത് മാർക്കറ്റിൻ്റെ ഭാഗമാണ്. അവൻ്റെ ചിക്കൻ മേടിക്കാൻ പോകുന്നത്. അപ്പോൾ അവൻ്റെ ചിക്കൻ ഹസ്ബൻഡാണ് മേടിക്കുന്നത്. ഞാൻ വല്ലപ്പോഴാണ് പോയി ഇതുപോലെ വൈകുന്നേരമൊക്കെ പോയി മേടിക്കുന്നത്. അപ്പോൾ എനിക്കൊരു കടയുണ്ട്, ആ കടയിലാണ് ഞാൻ അവൻ്റെ ചിക്കനൊക്കെ മേടിക്കാൻ പോകുന്നത് കേട്ടോ. ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ 2-3 കടയുണ്ട്. അത് അവർ നല്ല ലാഭത്തിൽ കൊടുക്കും. വൈകുന്നേരം ആകുമ്പോൾ ചിക്കനൊക്കെ വില കൂടും, പച്ചക്കറിക്ക് വില. ഇത് മാർക്കറ്റിൻ്റെ ഭാഗമാണ് കേട്ടോ. ഇത് കണ്ടോ. അപ്പം ഞാൻ ഇവിടുന്ന് നേരെ ചിക്കൻ കടയിലേക്ക് പോകുന്നു. ഞാൻ മേടിക്കുന്ന ചിക്കൻ കടയിലേക്ക് കേട്ടോ. പോയി അവന് ചിക്കൻ മേടിക്കണം. നമ്മുടെ മാർക്കറ്റിൻ്റെ അകമാണ് ഇത്. ഇവിടെ എല്ലാ കടകളും ഒക്കെ തന്നെ ഉണ്ട്. എല്ലാ കടകളും, തടിക്കട, മെഡിക്കൽ ഷോപ്പ്, ബാറ്റ്, മറ്റത് എല്ലാ കടകളും. അപ്പോൾ ഇത് രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ, ഈ പാലത്തിൻ്റെയൊക്കെ അടിയിൽ പച്ചക്കറികളുടെയൊക്കെ ഒരു കൂമ്പാരമായിരിക്കും കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ അവർ ഇരുത്താറില്ല ഈ പാലത്തിൻ്റെയൊക്കെ അടിയിൽ. ഇവിടെ വണ്ടികളെ പാർക്ക് ചെയ്യുന്നത് ഈ പാലത്തിൻ്റെ അടിയിലൊക്കെ മൊത്തം പച്ചക്കറിയും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ കുറച്ച് പച്ചക്കറികളൊക്കെ ഇവിടെ ഉണ്ടാവുള്ളൂ. വൈകുന്നേരം ഇതൊക്കെ പച്ചക്കറി വെച്ചിട്ട് ഈ പാലത്തിൻ്റെ അടിയിലൊക്കെ രാവിലെ അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെയും പച്ചക്കറിയുടെ, മീനിൻ്റെ, ഇറച്ചിയുടെയും ഒരിതാണ്. അപ്പോൾ ഈ പുറത്തുനിന്ന് ഇറച്ചിയൊക്കെ മീനൊക്കെ മേടിച്ചാൽ വില കുറവായിരിക്കും. മാർക്കറ്റിൻ്റെ ഗേറ്റിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ വില കൂടുതലായിരിക്കും കേട്ടോ. ഇങ്ങനെ പച്ചക്കറികൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കത്തിരിക്ക, ക്യാരറ്റ്, ഇതിൻ്റെയൊക്കെ ഭയങ്കര വില കുറഞ്ഞ സമയങ്ങളാണ്. സ്പിനാച്ചി തണുപ്പായതുകൊണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അതും തീ പിടിച്ച വിലയായിരിക്കും കേട്ടോ. വൈകുന്നേരം ഭയങ്കര വില ആയിരിക്കും പച്ചക്കറികളൊക്കെ. ഈ പാലത്തിൻ്റെയൊക്കെ അടിയിൽ മീനും ഇറച്ചിയൊക്കെ വരുന്ന സമയം വില കുറവായിരിക്കും കേട്ടോ. രാവിലെ ഭയങ്കര വില കുറവായിരിക്കും. ഇപ്പോൾ വൈകുന്നേരം കുറച്ച് ആൾക്കാരേ ഇരിക്കുള്ളൂ കേട്ടോ. പച്ചക്കറികൾ വെച്ചയായിട്ടും കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പിന്നെ മാർക്കറ്റിൻ്റെ അകമുണ്ട്. അകത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. മാർക്കറ്റിൻ്റെ അകം, വലിയ മാർക്കറ്റിൻ്റെ അകമുണ്ട്, ഗേറ്റ് കഴിഞ്ഞ അകത്തേക്ക്. അപ്പോൾ അവിടെ ഒന്നും കൂടെ ഇത് കണ്ടോ, കത്തിരിക്കയൊക്കെ ഇരിക്കുന്നുണ്ടോ. കണ്ടോ കത്തിരിക്ക ഇരിക്കുന്നത്, വലിയ കത്തിരിക്കയാണ് കേട്ടോ. വലിയ കത്തിരിക്കയാണ് ഇത് കണ്ടോ. അമരക്കയുടെയും ഒക്കെ ടൈമാണത്. ഇരിക്കുന്ന തീ വന്നു തുടങ്ങി. അതായത് നമ്മുടെ പച്ച മട്ടർ ഇരിപ്പുണ്ട്, എന്താ പപ്പായ ഇരിപ്പുണ്ട്. ഒന്ന് മേടിച്ചോണ്ട് പോകണം. പഴം, ഉരുളക്കിഴങ്ങും സവാളയും കിട്ടുന്ന സമയമായിട്ട് അത് പച്ചമുളക്. അങ്ങനെ
ചിക്കൻ മേടിച്ച് തിരിച്ചു വരുമ്പോൾ മേടിക്കുന്നത് കണ്ടോ സ്പീനാച്ചികളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ സ്പീനാച്ചിയുടെ നമ്മുടെ കണ്ടോ പച്ച മുട്ടൻ്റെ ഒക്കെ സമയമാണ് ഇപ്പോൾ കോവയ്ക്കിൻ്റെ നല്ല കൂമ്പിരിപ്പുണ്ട്. വാഴക്കിടപ്പൻ അങ്ങനെ ഇവിടെ വൈകുന്നേരം കുറച്ച് ആൾക്കാർ ഇരിക്കത്തുള്ളൂ കേട്ടോ. അതേ തുണിയുടെ രാത്രിയൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇരിക്കും ഇവിടെ. വൈകുന്നേരം കുറച്ച് ആൾക്കാരെ പച്ചക്കറിയായിട്ട് ഇരിക്കുള്ളൂ. അത് ഇച്ചിരി വില കൂടുതലുമായില്ലേ തേങ്ങക്കൊക്കെ. കോബി അതായത് നമ്മുടെ ഫുൾഗോപിയുടെയൊക്കെ സീസണല്ലേ. മാസം 1 മിനിറ്റ് വേണ്ട ഫുൾഗോപിയൊക്കെ ഇരിക്കുന്നത്. അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ മാർക്കറ്റിൻ്റെ അകമൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. വൈകുന്നേരം സമയമുണ്ട്. രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നിൽക്കാൻ തിരക്കുണ്ടാവില്ല. കാരണം ഈ പാലത്തിൻ്റെ അടിയിലൊക്കെ മല്ലി ഇതൊക്കെ ചീര ഐറ്റംസൊക്കെയാണ് കേട്ടോ. ചീര നമ്മുടെ നെല്ലിക്ക നെല്ലിക്കയ്ക്ക് 80 രൂപയാണ്. ഇവിടെ ഓരോരുത്തർ ഇരിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ഇപ്പം ഉള്ളിത്തണ്ട് അവിടെ സെല്ലറി ഇരിക്കുന്നതാണ്. ഇത് ഉള്ളിത്തണ്ടാണ് കേട്ടോ. ഇപ്പോൾ ഈ ഉള്ളിത്തണ്ടിൻ്റെയൊക്കെ സെല്ലറി ഇരിക്കുന്നുണ്ടോ. ഇഷ്ടംപോലെ ആര്യവേപ്പല, ലെറ്റസ്, പുതിനപ്പട്ട, കറിവേപ്പല എല്ലാ ചീരകളും കിട്ടുന്ന സമയമാണ് കേട്ടോ. ക്യാപ്സിക്കൊക്കെ ഈ തണുപ്പ് സമയത്ത് അങ്ങനെയാണ്. നല്ല വില കുറച്ച് നമ്മുടെ കോളിഫ്ലവറും ക്യാബേജൊക്കെ കിട്ടുന്ന സമയം വലിയ ഇതൊക്കെയാണ്. ഇത് നമ്മൾ രാവിലെ വന്നോണ്ട് കേട്ടോ. രാവിലെ വരാതെ രാത്രി വന്നോണ്ടാണ് കേട്ടോ ഇത്ര കുറച്ച്. രാവിലെയാണ് വന്നെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ഈ പാലത്തിൻ്റെ അടിയിൽ ഒരുപാട് പച്ചക്കറി വെജിറ്റബിൾ മാർക്കറ്റും മീൻ മാർക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ചെറിയ മാർക്കറ്റിൻ്റെ അകത്തേക്ക് പോകുന്ന കേട്ടോ. എൻ്റെ ചിക്കൻ കടയിലേക്ക് പോകുന്ന. അപ്പോൾ എൻ്റെ ചിക്കൻ കടയിലേക്കാണ് ഞാൻ പോകുന്നത്. ഇത് നമ്മുടെ ഫ്രൂട്ട്സ് കടയാണ്. ഇവിടെ തുണിക്കടയും ഒരു ചെറിയ മാർക്കറ്റിൻ്റെ ആകും. അപ്പുറത്തെ ഒരു ഗേറ്റ് ഉണ്ട് കേട്ടോ. അത് വലിയ മാർക്കറ്റിൻ്റെ സ്ഥലമാണ്. ഇവിടെ ഫ്രൂട്ട്സ് കരിപ്പട്ടിയൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഇത് മാർക്കറ്റിൻ്റെ അകത്താണ് ഞാൻ. ഇവിടെ 2 ഗേറ്റുണ്ട്. അപ്പോൾ മാർക്കറ്റിൻ്റെ അകത്തുനിന്ന് സാധനങ്ങൾ മേടിക്കുമ്പോൾ പച്ചക്കറിയൊക്കെ ഒന്നും കൂടെ വില കൂടും കേട്ടോ. ഇവിടെയൊക്കെ അറിയാമെന്നുള്ള ആൾക്കാർ. മാർക്കറ്റ് മൊത്തം കടകളാണ്. ഇതിൻ്റെ അകത്തൊക്കെ കടകളാണ്. ഇതിൻ്റെ അകത്ത് പോകുമ്പോൾ ഒരു വലിയ മാർക്കറ്റാണ് കേട്ടോ. അവിടെ മീനും ഇറച്ചിയും എല്ലാം ഞാൻ കാണിച്ചു തരാം. അങ്ങനെ മാർക്കറ്റ് തന്നെ എടുക്കുമ്പോൾ ഒത്തിരി മാർക്കറ്റിൽ എടുക്കുമ്പോൾ 1-2 മണിക്കൂർ പിടിക്കും. അപ്പോൾ ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചിക്കൻ കട കാണിച്ചു തരാം. അവിടെ പോയി ചിക്കനും മേടിച്ച് ഇവിടെ പൂജാ സാധനങ്ങളും എല്ലാം കിട്ടും കേട്ടോ. ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. എല്ലാം നമ്മൾ ഹോമത്തിന് വേണ്ടിയുള്ള സകല സാധനങ്ങൾ. ഇപ്പോൾ ഇതാണ് എൻ്റെ ചിക്കൻ കട. ഇവിടുന്ന് ഞാൻ മേടിക്കുന്നത്. വാങ്ങുന്നു കേട്ടോ. ചിക്കൻ കട്ട് ചെയ്യുന്നു, ചിക്കനും വാങ്ങി പോകുന്നു. തേങ്ങ മേടിക്കണം, ടൊമാറ്റോ മേടിക്കണം. മാർക്കറ്റിൻ്റെ അകമാണ് കേട്ടോ. കുറേ തുണിയുടെ കടകൾ ഒക്കെയാണ്. അപ്പോൾ ഞാൻ വേറൊരു വലിയ മാർക്കറ്റ്, ഇതൊക്കെ തോർത്തൊക്കെ കിട്ടുന്ന സ്ഥലം കേട്ടോ. ഞാൻ വലിയ മാർക്കറ്റിൻ്റെ അകത്തേക്ക് പോകുന്നത്. ഇവിടെ വൈകുന്നേരം ആയതുകൊണ്ട് ആൾക്കാരൊക്കെ കുറവാണ്. നടക്കാനൊക്കെ വഴിയുണ്ടല്ലേ. ഇതിൻ്റെ അകത്ത് മീൻ, ഇറച്ചി എല്ലാം കിട്ടും. ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ. കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ലോങ് വീഡിയോ ആവില്ലേ മോൻ്റെ. അപ്പോൾ ഞാൻ മുന്നോട്ട് പോകുന്നു. ഇവിടെയൊക്കെ മുട്ടക്കറി ഉണക്കമീൻ ഇവിടെ ഇരിപ്പുള്ളൂ. പക്ഷേ ഇത് അത്ര ഫ്രഷ് ആവില്ല കേട്ടോ. എന്നാണ് ഇതിൻ്റെ അകത്ത് തന്നെ പല കടകൾ അമ്പലം വരെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഫുൾഗോബി, അതായത് ഒരു കോളിഫ്ലവറും അച്ചിങ്ങയും ക്യാബേജും പിന്നെ നോബോയ് ചീക്കാച്ചേ എല്ലാം കൂടെ വാങ്ങി കേട്ടോ. എല്ലാം കൂടെ വെച്ച് റിക്ഷയിൽ വേണം കൊണ്ടുപോകാൻ. ഫുൾഗോബി വാങ്ങി, അച്ചിങ്ങ വാങ്ങി, പിന്നെ ക്യാബേജ് വാങ്ങി കേട്ടോ. കായൊക്കെ ഇരിക്കുന്നുണ്ട്. ഇനി വേണ്ട പലൻ ശാഖ മേടിക്കണം. ഫ്രണ്ട്സ് ഇത്രയും സാധനങ്ങൾ വാങ്ങി കേട്ടോ. അപ്പോൾ എനിക്ക് ഇതും കൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ റിക്ഷയിലേക്ക് പോകുന്ന. അടുത്ത് തന്നെയാണെങ്കിലും 5 മിനിറ്റേ ഉള്ളൂ. പക്ഷേ റിക്ഷയിലേക്ക് പോകുന്ന കേട്ടോ. റിക്ഷയ്ക്ക് 30 രൂപ കൊടുക്കണം. 2-3 സാധനങ്ങളെല്ലാം കൂടെ തൂക്കിപ്പിടിച്ച് പോകാൻ പറ്റില്ല. അവൻ്റെ ഇറച്ചി മേടിച്ചു 1.5 കിലോ കേട്ടോ. അവൻ്റെ ഇറച്ചി നല്ല വിലയായിട്ടോ. ഒരു 270 രൂപ എടുത്തു 1.5 കിലോയ്ക്ക്. അപ്പം അങ്ങനെ റിക്ഷയിൽ ഇരുന്ന് പോകുന്നു.
മഴയൊക്കെ വന്നാൽ ഈ പാലത്തിൻ്റെ അടിയിലൊക്കെ നിറച്ച് മീൻകാരും ഇറച്ചിക്കാരും പച്ചക്കറിക്കാരും ഒക്കെ കേട്ടോ. ഇപ്പോൾ വന്നാൽ അധികം ഇല്ല, ഭയങ്കര വിലയും തീ പിടിച്ച വിലയുമായിരിക്കും. ഒരു ദിവസം രാവിലെ വന്ന് ഈ മാർക്കറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതിന് വേണ്ടി ഒരു വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ ലോങ് വീഡിയോ ആയിപ്പോ കേട്ടോ. വെറുതെ ഒന്ന് എടുത്തതേ ഉള്ളൂ, എല്ലാവരും ഒന്ന് കാണാൻ. ഇപ്പോഴത്തെ കത്തിരിക്കയൊക്കെ കണ്ടോ, മന്ദൻ കത്തിരിക്ക ഇപ്പോൾ വരുന്നത് ഭയങ്കര വലുത് കേട്ടോ. വീട്ടിൽ ഇവിടെ കയറി പൊന്നാ, ആ പൊന്നിൻ്റെ ആണോ നോക്കുന്നുണ്ടോ ടേബിളിൽ? കള്ളക്കുട്ടൻ മോൻ്റെ ആണോ ഇതൊക്കെ? ഇത് മോൻ്റെ ആണോ? ആ ടേബിളിൽ വെച്ചുകൊണ്ട് നോക്കുന്നുണ്ടോ? ഇത് മോൻ്റെ ആണോ? ആഹാ എടുത്തോ, ഇതൊക്കെ എടുത്തോ പൊന്നോ. എന്നാ ഇത് മോൻ്റെ ആണോ? ഇത് മോൻ്റെ ആണോ എത്തിപ്പിടിക്കുന്നത്? ഇത് കണ്ടോ കയറി എത്തിപ്പിടിക്കുന്നത്. നട്ട്സിൻ്റെ മോൻ്റെ നട്ട്സിൻ്റെ ആണ് കേട്ടോ. ചേട്ടൻ കല്യാണത്തിന് പോണേ ഷൂ ഒക്കെ പോളിഷ് ചെയ്യുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് കടുക് ചീരയാണേ. ഇത് കടുക് ചീര, ഇത് കടുക് ചീര, ഇത് സ്പീനാച്ചി കേട്ടോ. അപ്പം ഞാൻ രണ്ടും മേടിച്ചു. സ്പീനാച്ചി മേടിച്ചു, 2 മുടി സ്പീനാച്ചി മേടിച്ചു, പളൻ ഷാവും മേടിച്ചു. ഇത് കടുകിൻ്റെ ചീരയാണ് കേട്ടോ. ഇത്രയും സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വന്നു. അപ്പോൾ കത്തിരിക്ക ഭയങ്കര വിലയാണ് കേട്ടോ. അപ്പോൾ കത്തിരിക്ക ഞാൻ ഒരെണ്ണേ മേടിച്ചോളൂ കേട്ടോ. ഭയങ്കര വില. 2 മേടിച്ചപ്പോൾ 60 രൂപ എന്ന് പറഞ്ഞുകൊണ്ട് ഒരെണ്ണേ മേടിച്ചോളൂ. പഴം മേടിച്ചു, മോന് പപ്പായ മേടിച്ചു കേട്ടോ. തക്കാളിയൊക്കെ മേടിച്ചു. പച്ചമുളകൊക്കെ കഴുകി ഇനി ഫ്രിഡ്ജിലേക്ക് വെക്കണം. മോൻ്റെ ചിക്കൻ കാണിച്ചു തരാം. ഇത് പൊന്നിൻ്റെ ചിക്കൻ കഴുകി വെക്കാൻ പോകുന്നു. ഇത് കണ്ടോ, പൊന്നിന് ചിക്കൻ മേടിച്ചേ മമ്മി. ഇത് കണ്ടോ ചിക്കൻ മേടിച്ചു മമ്മി. ചിക്കൻ മേടിച്ചു മമ്മി. അപ്പോൾ ഇതൊക്കെ കഴുകി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കട്ടെ. കൊച്ചിന് വേണ്ടി പോയതാട്ടോ, ചിക്കന് വേണ്ടി. ഒരു കോളിഫ്ലവറും ഇതും കടുക് ചീരയും അച്ചിങ്ങയൊക്കെ മേടിച്ചതൊക്കെ കഴുകി ഇനി വെക്കട്ടെ കേട്ടോ. ചേട്ടൻ രാത്രി ഒന്നും കഴിക്കൂല, കല്യാണത്തിന് പോകുന്നത്. എടുത്ത് അകത്തേക്ക് വെച്ചിട്ട് പൊക്കോ കേട്ടാ. പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലമുണ്ടോ? ബൈക്ക് എടുത്ത് അകത്തേക്ക് വെച്ചിട്ട് പൊക്കോ. 2 ദിവസം പച്ചക്കറി ഇട്ട് കൊടുത്തോണ്ടേ അവന് ഇപ്പോൾ ചിക്കൻ കിട്ടിയപ്പോൾ തന്നെ ഇരുന്ന് കഴിക്കണം. അപ്പം ഞാൻ ഇച്ചിരി ചോറും കൂടെ ഇട്ട് ആ ചിക്കനെ ഒന്ന് വേവിച്ച് കൊടുത്തു. അപ്പോൾ രാത്രി കണ്ട് കുറച്ചേ കൊടുത്തുള്ളൂ, രാത്രി അങ്ങനെ അധികം കൊടുക്കാറില്ല കേട്ടോ. തന്നെ തിന്നുന്നുണ്ട്, കഴിക്കട്ടെ. കഴിക്കണുണ്ട് കേട്ടോ അവൻ. ഞാൻ അടുത്തിരിക്കണം കേട്ടോ. പെട്ടെന്ന് ചിക്കൻ വെച്ച സ്മെല്ലൊക്കെ കൊണ്ട് അങ്ങോട്ട് കഴിക്കുന്നുണ്ട്. മുഴുവനും കഴിക്കുന്നുണ്ട്. ഗുഡ് ബോയ്. മൊത്തം കഴിക്കും. നല്ല ഗുഡ് ബോയ്. ചോറ് മാത്രം അവിടെ ഇരുന്നിട്ട് ചിക്കൻ മാത്രം കഴിക്ക്. നല്ല മോനല്ലേ. ഉച്ചയ്ക്ക് നല്ലവണ്ണം കഴിച്ചതാട്ടോ. കഴിക്കുന്നുണ്ട് കേട്ടോ ഒറ്റയ്ക്ക്. എൻ്റെ അച്ഛൻ പറഞ്ഞു ആ പാത്രത്തിൽ കൊടുക്കുക, അവൻ തന്നെ കഴിക്കുക നോക്കട്ടെ. നമ്മൾ ഇറച്ചി വാരി കൊടുക്കുമ്പോൾ ഇറച്ചി തൊണ്ടയിൽ ഇരിക്കില്ല. അപ്പം ഞാൻ തന്നെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ അടുത്ത് നിൽക്കണം അവന്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, അവൻ അടുത്തിരുന്ന് കഴിക്കുന്നുണ്ട്. കഴിക്കട്ടെ. കഴിച്ചു, ഇറച്ചിയൊക്കെ കഴിച്ചിട്ട് ഞാനിത് കഴുകി കൊടുക്കുന്നു കേട്ടോ. ഇനി ഇച്ചിരി പേസ്റ്റും കൊടുക്കും അവന്. അപ്പോൾ വായുന്ന സ്മെല്ലൊന്നും വരില്ല. അപ്പോൾ അവൻ്റെ ഫുഡൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ രാത്രി ചെന്ന് മാർക്കറ്റിൽ നിന്ന് ആ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്, കാണണേ. ഇവിടെ കയറി വാ പണി കയറി വാ. തുടച്ച് പോകുന്നു കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അവനെ ഫുഡൊക്കെ കൊടുത്തു, അവനെ വായൊക്കെ തുടച്ചെടുത്തു. ഇച്ചിരി പൗഡർ ആ മുഖത്തിടും, പേസ്റ്റ് വായിൽ വെച്ച് കൊടുത്തു. അപ്പോൾ സ്മെല്ലുണ്ടാവില്ല കേട്ടോ. അവന് 2-3 ദിവസം പച്ചക്കറി ആയിരുന്നു, അതുകൊണ്ട് ചിക്കൻ കണ്ടപ്പോൾ ഉള്ള ഇതാണ് കേട്ടോ. അപ്പോൾ കിടക്കാൻ നേരത്ത് ഇച്ചിരി പൗഡറൊക്കെ ഇട്ട് ഒരു സ്പ്രേ ഒക്കെ അടിച്ചിട്ട് കിടത്തും. അപ്പോൾ നല്ലതായിട്ടിരിക്കും. ഇനി ഒന്ന് മൂത്രം ഒഴിച്ച് കിടന്നാൽ മതി. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യവും കൂടെ കാണിച്ചു തരാം കേട്ടോ, നോക്കിക്കോണേ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഇവന് വർഷത്തിൽ കൊടുക്കുന്ന മെഡിസിൻ കേട്ടോ. ഇത് ഭക്ഷണം കഴിച്ചതിന് ശേഷം 1 മണിക്കൂറിന് ശേഷം ഇത് കൊടുക്കണം. അപ്പോൾ ഇത് ചോക്ലേറ്റ് പോലെ. അപ്പോൾ ഞാനിപ്പോൾ ഭക്ഷണം കൂടെ എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ, രാവിലെ ആണെങ്കിലും. പക്ഷേ ഭക്ഷണത്തിന് ശേഷം 1 മണിക്കൂറിന് ശേഷം ഇത് കൊടുക്കണം. ഇതൊരു ചോക്ലേറ്റ് പോലെയാണ്. വായിൽ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങ് കഴിച്ചോളും കേട്ടോ. ഇതാണ് ആ മെഡിസിൻ. ഒരു 6 മാസം കൂടുമ്പോഴോ 1 കൊല്ലം കൂടുമ്പോഴോ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ വലിയ ടിക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ പേര്. ഇത് കണ്ടല്ലോ, ഇതാണ് അതിൻ്റെ പേര്. ഇത് കണ്ടല്ലോ.
ഇതാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വർഷത്തിലാണ് കൊടുക്കുന്നത്. പിന്നെ ഇത് അപ്പോൾ നിങ്ങൾ ആ പെറ്റ് കട കണ്ടിരിക്കും, ജെനി കെയർ എന്നാണ് പേര് കേട്ടോ. ഇത് നല്ല നട്ട്സിൻ്റെയാണ് കേട്ടോ. നട്ട്സ് ഒക്കെ അടങ്ങിയ പ്രോട്ടീൻ അടങ്ങിയതാണ് ഇവർക്ക് കൊടുക്കാം. അഡൾട്ടിനായാലും എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയതാണ്. ഇത് കണ്ടോ, കനി ക്രീക്ക് എന്ന് പറയും. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടല്ലോ, ഇതിൻ്റെ പേര് കാനി ക്രീക്ക് എന്നാണ്. അതായത് വയസ്സ് ഏജ് കുറവായിട്ടുള്ളവർക്കും, അതായത് അഡൾട്ടിനായാലും ആർക്കായാലും ഏത് വയസ്സുള്ള പെറ്റിനായാലും കഴിക്കാൻ പറ്റിയതാണ് കേട്ടോ. ഇത് നട്ട്സും അതായത് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അടങ്ങിയ ഇതാണ് കേട്ടോ. ഇതാണ് കാനി ക്രീക്ക് എന്ന് പറയും കേട്ടോ. ഇത് നല്ല സാധനമാണ്. അപ്പോൾ എല്ലാവരും മേടിച്ചു കൊടുക്കുക. കുഞ്ഞു പെറ്റിനായിരുന്നാലും ഇത് ഇന്ന ഏജൊന്നും ഇല്ല കേട്ടോ. എല്ലാ ബ്രീഡിനും എല്ലാ ഏജുകാർക്കും ഇത് വേണമെങ്കിൽ കഴിക്കാം. എല്ലാ ബ്രീഡ്സിനും കഴിക്കാം, എല്ലാ ഏജ് ഉള്ളവർക്ക്, അതായത് അഡൾട്ടിനായാലും ചെറിയ പെറ്റിനായിരുന്നാലും വലിയ പെറ്റിനായിരുന്നാലും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒന്നാണ് കാനി ക്രീക്ക് കേട്ടോ. അപ്പോൾ ഇത് മേടിച്ച് കൊടുക്കുക. ഇത് നട്ട്സിൻ്റെയാണ്, ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് അടങ്ങിയതാണ്. ഇത് മേടിച്ച് കൊടുക്കുക. ഇത് നിങ്ങൾ ഓർഡർ ചെയ്താൽ കിട്ടും കേട്ടോ. ഇത് ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇതാണ് കണ്ടോ, ഇത് ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയ സാധനമാണ് കേട്ടോ. പ്രോട്ടീൻ അടങ്ങിയതാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഇത്. ഞാൻ മേടിക്കുന്ന പെറ്റ് ഷോപ്പെന്ന് പറഞ്ഞാൽ ജെനി കെയർ എന്നാണ് പേര് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഷോപ്പ് പലപ്പോഴും കണ്ടിരിക്കും. ജെനി കെയർ എന്നുള്ള ഷോപ്പ് നിങ്ങൾ കണ്ടിരിക്കും. അത് നിങ്ങൾ പല വീഡിയോസിലും കണ്ടിരിക്കുക. അവിടത്തുള്ള ഞാൻ പല വീഡിയോസിൽ ഞാൻ മേടിക്കുന്ന പെറ്റ് കടയെക്കുറിച്ചുള്ള ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഒരു നട്ട്സിൻ്റെയും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അടങ്ങിയ ഒരു ഇതാണ് പെറ്റ്സുകൾ കൊടുക്കാൻ കാനി ക്രീക്ക്. അപ്പോൾ നിങ്ങൾ ഇത് ഓർഡർ ചെയ്താലും കിട്ടും കേട്ടോ. ഇതിൽ ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട്. ഏജ് ഡിഫറൻസ് ഇല്ലാതെ തന്നെ കൊടുക്കാം, എല്ലാ ബ്രീഡ്സിനും കൊടുക്കാം. അങ്ങനെയുള്ള ഒന്നാണ് കേട്ടോ. ഇതിൽ ഒരുപാട് പ്രോട്ടീൻസ് അടങ്ങിയതാണ് കണ്ടോ. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ ഇത് മേടിച്ച് കൊടുക്കുക. കണ്ടല്ലോ, ഇത് 400 ഗ്രാമിൻ്റെ പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ മേടിക്കുന്ന പെറ്റ് കടയുടെ പേര് ജെനി കെയർ എന്നാണ് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാം തന്നെ കിട്ടും. അവിടുത്തെ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർ ഹോം ഡെലിവറി ആയിട്ട് വന്ന് തരും. അല്ല നിങ്ങൾ ഓർഡർ ചെയ്താൽ അങ്ങനെ വേണമെങ്കിലും തരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരാണ് കാനി ക്രീക്ക്. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അടങ്ങിയതാണ് കേട്ടല്ലോ. കണ്ടല്ലോ, ഇത് എല്ലാവരും അത്യാവശ്യമുള്ളവർ മേടിക്കുക. അവിടുത്തെ കടകളിൽ കിട്ടുമെങ്കിൽ അവിടുത്തെ കടകളിൽ നിന്ന് മേടിച്ച് കൊടുക്കുക. അല്ല ഇവിടെ ഓർഡർ ചെയ്ത് തന്നാലും അവർ തരും. ഹോം ഡെലിവറി ആണെങ്കിൽ ഹോം ഡെലിവറി അവർ ചെയ്തു തരും കേട്ടോ. ഇതാണ് ഞാൻ വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ 8 മാസം കൂടുമ്പോൾ കൊടുക്കുന്ന ആ മരുന്ന് ബ്രാക്ടോ. ഇത് ചോക്ലേറ്റ് പോലെ ഇരിക്കും. ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇത് ഭക്ഷണം കൊടുത്തതിന് ശേഷം 1 മണിക്കൂറിന് ശേഷം കൊടുക്കണം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ വലിയ ടിക്കൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവർ വെയിറ്റ് ചോദിക്കും കേട്ടോ. വെയിറ്റിനനുസരിച്ചാണ് അവർ മെഡിസിൻ തരുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഭക്ഷണം കൊടുത്ത് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി അടുത്ത ഡിസംബറിലേ കൊടുക്കുള്ളൂ കേട്ടോ. ഇച്ചിരി വില കൂടുതലാണ്, 2000 രൂപയോളം ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ടിക്കൊന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ ഇതൊരു വെറും നമ്മുടെ ചോക്ലേറ്റ് പോലത്തെ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഞാനത് തുറന്ന് കാണിച്ചു തരാം ഇതെന്താന്ന്. കേട്ടോ, ഇത്രയേ ഉണ്ടാവുള്ളൂ കേട്ടോ ഈ മെഡിസിൻ. ഇത് കണ്ടോ, ഇങ്ങനെ ചോക്ലേറ്റ് പോലെ ഇരിക്കും നമ്മുടെ. അപ്പോൾ ഇവർ കഴിക്കുകയും ചെയ്യും. ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. പൊട്ടിച്ച് കാണിച്ചു തരാമേ. അപ്പോൾ മെഡിസിൻ ഇത് കണ്ടില്ലേ, ഇതാണ് മെഡിസിൻ കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇത് ഇങ്ങനെ ഇരിക്കും, നമ്മുടെ ചോക്ലേറ്റ് പോലത്തെ. ഇതൊന്ന് 2ആയിട്ടോ 3ആയിട്ടോ മുറിച്ച് കൊടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ റൊട്ടിയുടെ അകത്ത് വെച്ചോ എല്ലാം. ഫുഡ് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് കൊടുക്കാനാണ് പറയുന്നത് കേട്ടോ ഡോക്ടർ. ഇത് ഞാനിങ്ങനെ ഒന്ന് വെക്കുമ്പോൾ നമ്മൾ ചോക്ലേറ്റ് പോലെ ഇങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ അവൻ്റെ വായിൽ ഇട്ട് കൊടുക്കും, കഴിച്ചോളും. ഇതാണ് അതിൻ്റെ മെഡിസിൻ കണ്ടോ. ഇതാണ് മെഡിസിൻ കേട്ടോ. ഇങ്ങനെ ഇരിക്കുവേ. ഈ മെഡിസിൻ്റെ പേരറിയാമല്ലോ, ഞാൻ പേര് കാണിച്ചു തന്നല്ലോ. ഇതാണ് കേട്ടോ, ഇതാണ് മെഡിസിൻ. ഇത് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം, എങ്ങനെയാണെന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. സിസർ കൊണ്ടുവന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയൊക്കെയാണ് കേട്ടോ. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പോലെ തന്നെ പെഡിഗ്രി പോലെ തന്നെ ഏത് ഇനത്തിൽപ്പെട്ട ഏത് ബ്രീഡ്
ബ്രീഡ്സിനായാലും കൊടുക്കാം, ഏത് വയസ്സുള്ളവർക്ക്, അതായത് ചെറിയ പെറ്റിനായാലും വലിയ പെറ്റിനായിട്ട് കൊടുക്കാം. കാനിൻ ക്രീക്ക് ഇത് ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് അടങ്ങിയ പ്രോട്ടീൻ അടങ്ങിയതാണ്, ഇവർക്ക് നല്ലതാണ്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാത്ത പെറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ ഇത് മേടിച്ച് കൊടുക്കുക. ഇത് ഞാൻ മേടിച്ചത് ജെനി കെയർ എന്ന് പറയുന്ന ദുക്കാനിൽ നിന്നാണ് കേട്ടോ. ഞാൻ മേടിക്കുന്ന പെറ്റ് ദുക്കാൻ്റെ നെയിം ജെനി കെയർ എന്നാണ്. അപ്പോൾ ഇത് കൊടുക്കുക. അപ്പോൾ ഞാൻ പൊട്ടിച്ച് നിങ്ങളെ കാണിച്ചു തന്നതാണ് കേട്ടോ. ഇത് ഓർഡർ ചെയ്താൽ അവർ ഹോം ഡെലിവറിയാണ്. ഈ ഹോം ഡെലിവറിയിൽ എല്ലാ മെഡിസിൻസും ഇതും ഒക്കെ കൊണ്ടുവരും. ഇത് അവിടെ കിട്ടും, ജെനി കെയർ എന്ന് പറയുന്ന. അല്ല നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് മേടിക്കാമെങ്കിൽ ഓർഡർ ചെയ്ത് മേടിക്കുക. ഇതാണ് നല്ല പ്രോട്ടീൻ അടങ്ങിയാണ്, നമ്മുടെ പെറ്റ്സിനൊക്കെ നല്ല ഹെൽത്തും നല്ല ബോണിനൊക്കെ നല്ല ഉറപ്പും ടീത്തിനൊക്കെ നല്ല ഉറപ്പും നല്ല മുടി ഹെയറൊക്കെ അവർക്ക് ഗ്ലോ ചെയ്യാനൊക്കെ ഈ കാനിൻ ക്രിക്ക് വളരെ ഉപയോഗപ്രദമാണ്. നട്ട്സിൻ്റെ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും അടങ്ങിയിട്ടുള്ള ഒരു സ്നാക്സാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതും നിങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കുക. പകുതി കൊടുത്തു കേട്ടോ. ഇനി പകുതിയും കൂടെ ഇങ്ങനെ ഒന്ന് മുറിച്ച് അവർ വായിലേക്ക് ഇട്ട് കൊടുത്താൽ അവർ ചോക്ലേറ്റ് പോലെ കഴിച്ചോളും കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാമേ എങ്ങനെ കൊടുക്കണമെന്ന്. അപ്പോൾ അവനെ അവൻ കട്ടിലിൻ്റെ ഇടയിൽ പോയി അവന് മനസ്സിലായി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നതാണ്, കാണിച്ചു തരാം. ഇതിങ്ങനെ ഇങ്ങനെ വാ തുറക്കുക, കൊടുക്കുക. അപ്പോൾ പകുതിയൊക്കെ കൊടുത്തു കേട്ടോ. ഇനിയൊരു പകുതിയും കൂടെയല്ലേ. ഇതൊന്ന് ഞാൻ മുറിച്ചിട്ട് കൊടുക്കാൻ പോകുന്നതാണേ. മുറിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ അവൻ കഴിക്കൂലേ. അപ്പോൾ ഇങ്ങനെ വന്ന് രണ്ടായിട്ട് മുറിച്ചിട്ട് അങ്ങോട്ട് വായിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അവൻ കഴിച്ചു കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇങ്ങനെ വായിലേക്ക് ഇട്ട് കൊടുത്താൽ കഴിച്ചോ കഴിച്ചോ, ചോക്ലേറ്റ് കഴിച്ചോ. ആ അച്ചോ വലിയ പൊന്നാ. കണ്ടോ, ഇത് കണ്ടോ, കുറച്ചും കൂടെ ഉണ്ട്. അത് തുപ്പിക്കളഞ്ഞു കേട്ടോ. അത് മുഴുവനും കൊടുക്കണം. കഴിച്ചോ. തുപ്പില്ലേ പൊന്നോ. ഈ മെഡിസിൻ കഴിക്കാനേ അവന് ഭയങ്കര ഒരു കഴിച്ചോ. കണ്ടോ, പിന്നെ എൻ്റെ കയ്യിൽ തുപ്പി ഇടുന്ന ഇത് എന്താ പൊന്നോ. അപ്പം അതും കൊടുത്തു കേട്ടോ. ഇത് കണ്ടോ, 2 പ്രാവശ്യം എൻ്റെ കയ്യിൽ ഒരു ഇച്ചിരി പീസ് തുപ്പി തന്നു കേട്ടോ. എന്നാലും ഞാൻ കൊടുത്തു. കൈ കണ്ടോ, കൈയൊക്കെ കഴുകിയിട്ട് വരട്ടെ. എവിടെ പൊന്നോ, ഇങ്ങോട്ട് വന്നേ, നോക്കട്ടെ. ആ ഗുഡ് ബോയ്. അപ്പോൾ അവൻ കഴിച്ചു. കണ്ടോ, മെഡിസിൻ കൊടുത്തത്. ഗുഡ് ബോയ് ആണ് കേട്ടോ എൻ്റെ മോൻ, നല്ല ഗുഡ് ബോയ് ആണ്. എവിടെ മോനോ, ഇങ്ങോട്ട് നോക്കിയേ പൊന്നോ, ഇങ്ങോട്ട് നോക്കിയേ, ക്യാമറയിലേക്ക് ഓക്കെ. ഗുഡ് ബോയ്. മെഡിസിനൊക്കെ കഴിച്ചു. മെഡിസിൻ കഴിക്കാൻ ഭയങ്കര മടിയാണ്. കണ്ടോ, ഇത് എത്ര പ്രാവശ്യമായിട്ടൊക്കെ ഇച്ചിരി ചോക്ലേറ്റ് വലുതുപോലെയല്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് പൊട്ടിക്കുമ്പോൾ തന്നെ ചോക്ലേറ്റ് പോലെ വരും. 2 പ്രാവശ്യം എൻ്റെ കയ്യിൽ തുപ്പി കേട്ടോ, ചെറിയ പീസ്. എന്നാലും ഞാൻ കൊടുത്തു, അത് തീർത്തു. ഇങ്ങനെയാണ് കൊടുക്കാൻ കേട്ടോ. വലിയതായിട്ട് കൊടുത്താൽ അവർക്ക് ഇറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് അലിഞ്ഞ് പോകുന്നതാണ്. എന്നിട്ട് അവൻ്റെ ഉടുപ്പൊക്കെ നനച്ച് കൂട്ടി വച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ വേറെ ഇടാൻ വേണ്ടി ഇരിക്കുന്ന. ഇങ്ങോട്ട് ബാ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ എല്ലാവരും. ഇപ്പോൾ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ വ്യൂവേഴ്സ് കുറവാണ്. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പൊന്നോ ബാ, ഇങ്ങോട്ട് വന്നേ പൊന്നു. ബാ, അമ്മയുടെ പൊന്നോടെ ഓടി വാ പോവാം നമുക്ക് മുകളിൽ. വച്ചോ, പൗഡറൊക്കെ ഇട്ടുതരാം. വാ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ പൊന്നോ, കൈയെത്തുണ്ട് നമുക്ക്. ഇവിടെ വാ, കൈയെത്തൂല പൊന്നോ, കൈയെത്തൂല. ഇവിടെ വാ പൊന്നാ. വാ ഇവിടെ. നീ ഗുഡ് ബോയ്. അവിടെ ഇരുന്നോ ഇരിക്കേ. കൈയൊക്കെ തരുന്ന കേട്ടോ ഫ്രണ്ട്സ്. ഇത് കണ്ടോ, കൈയൊക്കെ തരുന്നതാണ്. നിക്ക് എടുക്കട്ടെ മമ്മാക്കായി. വെരി ഗുഡ്. കൈയൊക്കെ തരുന്നു. അത് രാവിലത്തെ ഉടുപ്പൊക്കെ നനച്ച് കൂട്ടി ഞാൻ കൊണ്ടുവന്ന് ഇട്ട് അച്ഛൻ്റെ കൂടെ പോയി. അച്ഛൻ പുറം കഴുകിയപ്പോൾ ഇന്ന് ഏകാദശിയൊക്കെ ഇല്ലേ. അപ്പോൾ പുറം കഴിയപ്പോൾ നമ്മൾ ഏകാദശിയൊക്കെ ആയി വിളക്കൊക്കെ കത്തിച്ചിട്ടൊക്കെ വന്നതാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇത് കണ്ടോ, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് എൻ്റെ മോനെ.
എൻ്റെ ഉമ്മൻ തരുന്നു അമ്മ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ഇവൻ്റെ ഗുളികയും മെഡിസിനൊക്കെ കാണിച്ചു, പിന്നെ ഇവൻ്റെ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ടുള്ള നല്ലൊരു പ്രോട്ടീൻ സാധനം കാണിച്ചു. അപ്പോൾ അതൊക്കെ വേണമെന്നുള്ളവർ, അത്യാവശ്യമുള്ളവരൊക്കെ വാങ്ങുക, അല്ലെങ്കിൽ ഓർഡർ ചെയ്താൽ കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ. മമ്മി വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. ഹായ്, നല്ല ഏകാദശി ആശംസകൾ. ഇവിടെ ഹായ്, നല്ലൊരു ഏകാദശി ആശംസകൾ. നമ്മളിന്ന് ഏകാദശിക്കായി എല്ലാ വിളക്കൊക്കെ കത്തിച്ച് വന്നതേ ഉള്ളൂ. ഇനി മോൻ്റെ ഫുഡ് കൊടുക്കണേ. അപ്പോൾ ഇന്ന് ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഇവനെ താഴെ നിർത്താൻ എനിക്ക് മടി, കാരണം നല്ല തറ അങ്ങോട്ട് തണുത്തിട്ടേ ഭയങ്കര തണുപ്പാണ് കേട്ടോ. 10:30-11 മണിയാകുമ്പോൾ ഇച്ചിരി വെയിൽ വരും. 3:30 മണിയാകുമ്പോൾ അതങ്ങ് പോവുകയും ചെയ്യും കേട്ടോ വെയിൽ. എവിടെ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് നോക്ക്, ക്യാമറയിൽ നോക്ക്, ക്യാമറയിൽ നോക്ക്. ഇങ്ങനെ ചരിഞ്ഞിരിക്കരുത്. എന്തുവാ ഇങ്ങനെ ഇരിക്കണേ? അയ്യോ, എൻ്റെ മോനെ എന്തിടാ വിഷമം? എൻ്റെ മോനെ എന്താണ് വിഷമം? ഓ, അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇപ്പോൾ ചോദിക്കാതെ എന്നെ ഹൈ തരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഹായ്. നിർത്തു മമ്മി, മതി നിർത്ത് മമ്മി എന്നാണ് ഈ പറയണത് കേട്ടോ. വൈൻഡപ്പ് ചെയ്യും മമ്മി. ശരി മമ്മി നിർത്തുന്ന. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റ പറ. അതുവരേക്കും ടാറ്റ, ബൈ, ടാറ്റ. ഓക്കേ.